പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരാണ് കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ സ്ഥാപകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? കേരള നവോത്ഥാന ചരിത്രം പരിശോധിച്ചാല് യുക്തിവാദികൾ ഒത്തിരി പേരുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞാല് ബൗദ്ധികമായ ആശയങ്ങളെ പിന്തുടരുന്നവർ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുന്നവർ എന്നാണ്. പലപ്പോഴും യുക്തിവാദി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയുടെ പേരിൽ നിരീശ്വരവാദികളല്ലേ എന്ന് ചിന്തിക്കാം. യുക്തിവാദികൾ വേറെയാണ്, നിരീശ്വരവാദികൾ വേറെയാണ്. രണ്ടും രണ്ട് കാഴ്ചപ്പാടുകളാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ല എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ യുക്തിവാദികൾ എന്ന് പറഞ്ഞാലോ യുക്തിപരമായ കാഴ്ചപ്പാടുകൾ മാത്രം അംഗീകരിക്കുന്നവർ. യുക്തിപരമായ എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായി സ്വീകാര്യമായവ മാത്രം അംഗീകരിക്കുന്നവർ. ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ അത് സ്വീകാര്യമല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നവരാണ് യുക്തിവാദികൾ എന്ന് പറയുക. അപ്പോ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരീശ്വരവാദികളുടെ ഗുരുവെന്നറിയപ്പെട്ട ബ്രഹ്മാനന്ദ ശിവയോഗി വന്നേക്കാം. വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് നിർഗുണോപാസന എന്ന പേരിൽ ഒരു ആത്മീയ സമ്പ്രദായം ആരംഭിച്ച വാഗ്ഭടാനന്ദന്റെ പേര് വന്നേക്കാം. യുക്തിവാദി എന്ന മാസിക ആരംഭിച്ച സഹോദരൻ അയ്യപ്പന്റെ പേര് മനസ്സിൽ വന്നേക്കാം. എന്നാൽ ഇവരാരുമല്ല യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പ്രചാരകൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഈ നവോത്ഥാന നായകൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയാണ്. സഹോദരൻ അയ്യപ്പൻ തുടക്കം കുറിച്ച പ്രസിദ്ധീകരണമാണല്ലോ യുക്തിവാദി. ആ യുക്തിവാദി എന്ന മാസിക ആരംഭിക്കുന്നത് 1929 അതിന്റെ ആദ്യ എഡിറ്റർ ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ തന്നെ. എന്നാല് 1931 മുതൽ 40 വർഷത്തിലധികം അതിന്റെ എഡിറ്ററായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെട്ട ഈ നവോത്ഥാന നായകൻ. ഈ വ്യക്തിയെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന സാഹിത്യകാരൻ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാന വക്താവ് കൂടെയായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന സാഹിത്യകാരൻ പ്രസ്തുത നവോത്ഥാന നായകനെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിളിച്ചിട്ടുണ്ട്. MC ജോസഫ് തന്റെ യുക്തിവാദത്തിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കെതിരെയും മൃഗബലിക്കെതിരെയുമാണ് പ്രധാനമായും യുക്തിവാദി എന്ന മാസികയിലൂടെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേര് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരുന്നിരിക്കാം അല്ലെ? അപ്പോ കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനെന്നോ കേരള യുക്തിവാദി സംഘത്തിന്റെ സ്ഥാപകനെന്നോ ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? MC ജോസഫ് ആണ്. MC ജോസഫിന് പിൽക്കാലത്ത് ഈ യുക്തിവാദി മാസികയിൽ ഏറ്റവും കൂടുതൽ കാലം എഡിറ്റർ ആയിരുന്നത് കൊണ്ട് അദ്ദേഹം ആ മാസികയിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മൃഗബലികൾക്കുമെതിരെ നിരന്തരമായ ലേഖനങ്ങൾ എഴുതിയത് കൊണ്ട് യുക്തിവാദി MC ജോസഫ് എന്നാണ് പലപ്പോഴും വിളിച്ചിരുന്നത്. യുക്തിവാദി MC ജോസഫ്. ഇദ്ദേഹത്തെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. മറന്നു പോവല്ലേ? അപ്പൊ യുക്തിവാദി എന്ന് മാസിക ആരംഭിക്കുന്ന ആരാ? സഹോദരൻ അയ്യപ്പൻ. ആ യുക്തിവാദി മാസികയുടെ ഏറ്റവും കൂടുതൽ കാലം എഡിറ്റർ ആയിരുന്നത് ആരാണ്? MC ജോസഫ് ആണ്. ഈ MC ജോസഫ് ജനിച്ചത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിനെ നമ്മൾ എന്താ വിളിക്കുക? MC ജോസഫിനെ എന്താ വിളിക്കുക? കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനെന്നും സ്ഥാപകനെന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ എന്തെങ്കിലും സംഘടന ആരംഭിച്ചിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. യുക്തിവാദി സംഘം ആരംഭിച്ചത് 1925 കൊച്ചിയിലായിരുന്നു. അതിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാമവർമ്മ തമ്പാനും സെക്രട്ടറി MC ജോസഫുമായിരുന്നു കേട്ടോ. അപ്പോ യുക്തിവാദി സംഘം ആരംഭിക്കുന്നത് 1925 കൊച്ചിയിലാണ്. അതിന്റെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാനും സെക്രട്ടറി എന്ന് പറയുന്നത് MC ജോസഫുമായിരുന്നു. ഈ യുക്തിവാദി സംഘമാണ് 1967 കേരള യുക്തിവാദി സംഘം എന്ന പേര് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോ MC ജോസഫിന്റെ നേതൃത്വത്തില് 1925 കൊച്ചിയിൽ ആരംഭിച്ച യുക്തിവാദി സംഘമാണ്
1967 MC ജോസഫിന്റെ നേതൃത്വത്തിൽ തന്നെ അതിന്റെ പേര് എന്താക്കി മാറ്റുന്നു? കേരള യുക്തിവാദി സംഘം എന്നാക്കി മാറ്റുന്നു. അപ്പോൾ കേരള യുക്തിവാദി സംഘം ആരംഭിച്ചത് 1967 യുക്തിവാദി സംഘം ആരംഭിച്ചത് 1925 കൊച്ചിയിലുമാണ്. ഈ രണ്ടിന്റെയും സ്ഥാപക നേതാവ് ആര് തന്നെ? MC ജോസഫ് തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക? യുക്തിവാദികളുടെ പോപ്പെന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിളിച്ചു. കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനെന്നും സ്ഥാപകനെന്നും ഒക്കെ അദ്ദേഹത്തെ കണക്കാക്കുകയും ചെയ്തു. അപ്പൊ 1925 കൊച്ചിയിൽ ആരംഭിച്ച യുക്തിവാദി സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? രാമവർമ്മ തമ്പാനായിരുന്നു. സെക്രട്ടറി ആയിരുന്നു MC ജോസഫ്. ഇനി ഈ കേരള യുക്തിവാദി സംഘമായി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കേരള യുക്തിവാദി സംഘമായിട്ട് മാറുന്ന എപ്പോഴാണ്? 1967 ആ യുക്തിവാദി സംഘത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ആശയങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യുക്തിവാദി സംഘം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? യുക്തി ദർശനം എന്നാണ് അറിയപ്പെടുക. യുക്തിവാദി സംഘത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ യുക്തിവാദി സംഘത്തിന്റെ എന്താണ് പറയുക, മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം എന്നർത്ഥം. കാരണം യുക്തിവാദികളായതുകൊണ്ട് ബൈബിൾ എന്ന വാക്കൊന്നും ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോ യുക്തിവാദി സംഘത്തിന്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന പ്രമാണ ഗ്രന്ഥമാണ് യുക്തി ദർശനം എന്ന പേരിൽ അറിയപ്പെടുക. ഇനി യുക്തിവാദി സംഘത്തിന്റെ മാസികയുടെ പേര് യുക്തി രേഖ. മാസികയുടെ പേര് യുക്തി രേഖ. യുക്തിവാദി സംഘത്തിന്റെ ഇംഗ്ലീഷ് മാസികയുടെ പേര് ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നായിരുന്നു. ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നായിരുന്നു. ഓക്കെ. അപ്പൊ യുക്തിവാദി സംഘം ആരംഭിച്ചത് 1925 കൊച്ചിയിലാണ്. അതിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്ന രാമവർമ്മ തമ്പാനും സെക്രട്ടറി എന്ന് പറയുന്ന MC ജോസഫുമാണ്. യുക്തിവാദി സംഘത്തിന്റെ പുസ്തകം യുക്തി ദർശനം. യുക്തിവാദി സംഘത്തിന്റെ മാസികയുടെ പേര് യുക്തിരേഖ. യുക്തിവാദി സംഘത്തിന്റെ ഇംഗ്ലീഷ് മാസികയുടെ പേര് ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നാണ്. ഓക്കെ. അപ്പോ യുക്തിവാദി സംഘമാണ് 1967 എന്തായിട്ട് മാറുക? കേരള യുക്തിവാദി സംഘമായിട്ട് മാറുക. ഇതോടൊപ്പം നമ്മുടെ MC ജോസഫ് ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഇദ്ദേഹം മാസികകളുടെ എഡിറ്റർ ആയിരുന്നു. അതിലൂടെ ലേഖന പരമ്പരകൾ എഴുതി. കൂടാതെ ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിരുന്നു യുക്തിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ പുസ്തകങ്ങൾ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അന്ധവിശ്വാസം, അനാചാരങ്ങൾ, മൃഗബലി എന്നിവയ്ക്കെതിരെയാണ് ഇദ്ദേഹം പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ യുക്തിപ്രകാശം. യുക്തിപ്രകാശം, ബൗദ്ധികമായ ചിന്ത ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടായാൽ ചിന്തകൾ കൊണ്ടൊരു വിപ്ലവങ്ങൾ തീർക്കാം. ചിന്താ വിപ്ലവം. പ്രബോധനം. ഇന്നത്തെ കാലഘട്ടത്ത് യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ ഒരു ചെറുകഥ കഥാപാത്രം എല്ലാവരും പരാമർശിക്കാറുണ്ട്, അല്ലെ? എല്ലാ മതവിശ്വാസങ്ങൾക്കും എതിരാണ് യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പണ്ട് ചെറുകഥ എന്താണ്, നമ്മുടെ ചെറിയ മാസികയുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, മാസികയിൽ വന്ന കഥാപാത്രം ഡിങ്കൻ, അല്ലെ? ഡിങ്കൻ എന്ന് പറയുന്ന എലി, അല്ലെ? യെസ്. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കുട്ടിച്ചാത്തൻ. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും അല്ല എന്നൊക്കെ രീതിയിൽ എഴുതുന്നതാ. അപ്പൊ 4 ബുക്കുകൾ നമുക്ക് പഠിച്ചു വെക്കണം. MC ജോസഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രശസ്തമായതുമായ 4 പുസ്തകങ്ങൾ എന്തൊക്കെ? യുക്തിപ്രകാശം, ചിന്താ വിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം എന്നിവ. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് MC ജോസഫ് ഒന്ന് റിവിഷൻ ചെയ്താലോ? MC ജോസഫ് പൂർണ്ണമായിട്ടും പറയാം. അത് കഴിഞ്ഞിട്ട് MC ജോസഫ് തുടക്കം കുറിച്ച യുക്തിവാദി സംഘത്തെ കുറിച്ച്. ഓക്കെ. അപ്പൊ MC ജോസഫ് എന്നാ ജനിക്കുക? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ജനിക്കുക. യുക്തിവാദി എന്ന മാസിക ആരംഭിച്ചത് സഹോദരനായപ്പനാണെങ്കിലും ആ യുക്തിവാദി മാസികയിൽ ഏറ്റവും കൂടുതൽ കാലം എഡിറ്ററായി സേവനം ചെയ്തത് MC ജോസഫ് ആണ്, 40 വർഷത്തിൽ കൂടുതൽ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള MC ജോസഫിനെ വിശേഷിപ്പിച്ചത് യുക്തിവാദികളുടെ പോപ്പ് എന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മൃഗബലികൾക്കുമെതിരെ നിരന്തരമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ് MC ജോസഫ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ എന്തൊക്കെ? യുക്തിപ്രകാശം, ചിന്താ വിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം എന്നിവ. ഇനി യുക്തിവാദി സംഘം ആരംഭിക്കുന്നത് 1925 കൊച്ചിയിലായിരുന്നു. ആ യുക്തിവാദി സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് രാമവർമ്മ തമ്പാനും സെക്രട്ടറി MC ജോസഫുമായിരുന്നു. യുക്തിവാദി സംഘത്തിന്റെ പ്രമാണ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് യുക്തി ദർശനം. മാസികയുടെ പേര് യുക്തി രേഖ. ഇംഗ്ലീഷ് മാസികയുടെ പേര് ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നാണ്. 1925
MC ജോസഫിന്റെ രാമവർമ്മ തമ്പാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊച്ചിയിൽ ആരംഭിച്ച യുക്തിവാദി സംഘമാണ് 1967 എന്തായിട്ട് മാറുക? കേരള യുക്തിവാദി സംഘം എന്നായിട്ട് മാറുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കാമോ? നവോത്ഥാന നായകര് ഇതുപോലെ ചെറുതും വലുതുമായ ഒട്ടനവധി പേരുണ്ട്. നമുക്ക് കുറച്ച് വിധം പഠിക്കാം. പണ്ടൊക്കെ നവോത്ഥാന നായകരെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമി തുടങ്ങിയവരെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഇപ്പോഴ് കഴിഞ്ഞ കുറേ മാസങ്ങളിലെ ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ ഇത്തരം ചെറിയ അതായത് കൂടുതൽ പഠിക്കാനില്ലാത്ത ഇത്തരം നവോത്ഥാന നായകരെ കുറിച്ചാണ് ചോദ്യം ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യത്തോടു കൂടി ഇത്തരം കുറച്ച് പഠിക്കാനുള്ള നവോത്ഥാന നായകരെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനകരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രയോജനകരമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പറയുക. അതനുസരിച്ച് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അല്ല, പ്രയോജനകരമല്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് പറയുക. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ പഠനത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പഠിപ്പിച്ചു നൽകുക എന്നതാണ് ഞങ്ങൾ എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരും ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ നമ്മൾ സിലബസ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റഡ് ആണ് പഠിക്കുക. ഒരു മാർക്ക് പോലും നമുക്ക് പാടായി പോകാൻ പാടില്ല. നമ്മൾ SCRT ഫാക്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിക്കുക. നമുക്കറിയാം SCRT പുസ്തകത്തിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പ്രാധാന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 7ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ. അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുക. പിന്നെ നമ്മുടെ SCRT പുസ്തകത്തിൽ ഉപപാഠ പുസ്തകം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അത് ചില പുസ്തകങ്ങളൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്, ചില പുസ്തകങ്ങൾ പഠിപ്പിക്കാറില്ല. പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാറില്ല. പക്ഷെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഉപപാഠ പുസ്തകം വേണമെങ്കിൽ എന്ത് ചെയ്യാം, വായിക്കുവാനായിട്ട് കഴിയും. ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. 5ാം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ ക്ലാസ്സുകൾക്കും ഉണ്ട് അത്. അപ്പോൾ അതിലെ വിവരങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളും പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും പെയ്ഡ് ക്ലാസ്സിൽ വരാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇപ്പൊ നിലവിലുള്ള കോഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് 100% സിലബസ് കവർ ചെയ്യുന്ന കോഴ്സും അതോടൊപ്പം റിവിഷൻ കോഴ്സും ചേർത്ത് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെറും 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അതോടൊപ്പം റിവിഷൻ കോഴ്സും ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ദേവസ്വം ബോർഡ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരുന്നു അല്ലെ? ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് 36 തസ്തികകൾ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതാണ് അല്ലെ? സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC ബാച്ച് ഏപ്രിൽ 15 ആരംഭിച്ചിട്ടുണ്ട്. രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 899 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ 599 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിൽ 599 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഫയർമാന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ 499 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. കൃത്യമായി വസ്തുനിഷ്ഠമായിട്ട് സിലബസ് പ്രകാരം കൃത്യമായി പഠിച്ചുറപ്പിക്കാം. കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയാൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ടോപ്പ് റാങ്കിൽ വരും. ടോപ്പ് റാങ്കിൽ വന്നാൽ സുനിശ്ചിതമാണ് ജോലി കിട്ടും, അതിൽ സംശയമൊന്നും വേണ്ട. പലപ്പോഴും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പുറകിലോട്ട് ആകുമ്പോഴാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ കഴിയുമോ, വാക്കൻസി ഉണ്ടാവുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടാവുക. അത് കാരണം പിന്നീട് പഠിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയം പരമാവധി എഫേർട്ട് എടുത്ത് പഠിക്കുക. ഏറ്റവും മെച്ചപ്പെട്ട റാങ്കുകൾ നേടി റാങ്ക് ലിസ്റ്റിനെ മുൻപന്തിയിൽ എന്തായാലും ശ്രമിക്കുക. ബി ഹാപ്പി ഓൾവേസ്. അപ്പോൾ ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. ഓക്കെ അല്ലേ? ബൈ.